ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സെക്കൻഡ് ഹോം അഥവാ ശ്രീവാരി 103 കൊത്തന്നൂർ ബാംഗ്ലൂർ. പിൻകോഡ് കൂടെ പറഞ്ഞു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇത് സ്പീച്ച് പറയണ പോലെയുണ്ടോ? നമുക്കിന്നിവിടെ ഉള്ള ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വ്ളോഗ് സ്കിൻ കെയറിനെ ബേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആണായാലും പെണ്ണായാലും നമ്മളിപ്പോൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് എപ്പോഴും എന്താ പറയുക, നമ്മളെങ്ങനെയാണോ കൊണ്ടു നടക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ സ്കിന്നൊക്കെ. മനസ്സിലായത്? അങ്ങനെയാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ നമുക്ക് നല്ല എന്താ പറയുക, നല്ല കെയർ കൊടുത്ത് നമ്മുടെ സ്കിന്നിനെ കൊണ്ട് നടക്കാം, എന്തൊക്കെ കെയർ ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. ഇന്ന് ആര്യയുടെ ടുഡേ ആര്യാസ് സ്കിൻ കെയർ റൂട്ടീൻ. സ്കിൻ കെയർ ഫസ്റ്റ് നമ്മൾ ക്ലെൻഷുവർ എന്ന് പറഞ്ഞാൽ ക്ലെൻസർ ഇട്ട് മുഖം കഴുകണം. മുഖം ഫുൾ ക്ലീൻ ആയതിനു ശേഷം നമുക്ക് മിനിമലിസ്റ്റിൻ്റെ പിഗ്മെൻറ്റേഷൻ കറക്റ്റർ ഇതിട്ടിട്ട് മുഖത്തൊക്കെ തേക്കണം. ഇതെന്തിനാ ഇടണമെന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ മാറാനാണെന്നാ പറഞ്ഞു. തേക്കണം. പിഗ്മെൻറ്റേഷൻ കണ്ടില്ലേ? ഒന്നിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് കിടന്ന് ഉറങ്ങണം. പിന്നെ നമുക്ക് രാത്രി അതിനുശേഷം നമ്മൾ രാത്രി നമ്മുടെ അണ്ടർ ആം ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ക്യൂട്ടിക്കാൻ സ്ക്രീം എന്ന് പറഞ്ഞ സാധനം ഇത് യൂസ് ചെയ്യണം. ഇതെന്ന് പറയുന്ന പാരബൻ ഫ്രീ ആണ്, SLS ഫ്രീ ആണ്, 100 ഗ്രാമുള്ളൂ. പക്ഷെ 600 രൂപയാണ്. ആണ് ഞാൻ എല്ലാവരോടും പ്രിഫർ ചെയ്യില്ല. അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. പക്ഷെ ഇതും നല്ലതാട്ടോ. ഇനി ഇതുകൊണ്ട് വലിയ ഉപകാരം എനിക്ക് തോന്നില്ല. എന്നാലും എല്ലാവരും പറയുന്നു ക്യാൻസറൊക്കെ യൂസ് ചെയ്യണമെന്ന്, അതുകൊണ്ട് മാത്രം യൂസ് ചെയ്യാം. ഇതും ഞാൻ പറയില്ല, റെക്കമെൻഡബിൾ അല്ല. 700 രൂപയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ അതെ, നിങ്ങൾക്ക് പൈസ വെറുതെ കളയണമെന്ന് കരുതി തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യണം. വളരെ നല്ലതാണ്. ഇത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ഷാമ്പു. ഇത് നല്ല ഷാമ്പു ഉണ്ട്. ഇതങ്ങനെ പെട്ടെന്ന് ഡ്രൈ ഒന്നും ആവില്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ക്ലെൻസർ. നല്ല ക്ലെൻസറാണ്. മുഖത്തു നിന്നൊക്കെ പെട്ടെന്ന് ഓയിലൊക്കെ പോയി നല്ല ഇതാണ്. പിന്നെ ഇത് ബോഡി ക്രീം, ബോഡി മോയ്സ്ചറൈസർ. ഇതെന്ന് വെച്ചാൽ വളരെ എന്നെ പോലെ വളരെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എൻ്റെയൊക്കെ മേലൊക്കെ എപ്പോഴും പൊട്ടും ഡ്രൈ സ്കിന്നായിട്ട്. അത് ഈ ബാംഗ്ലൂരിലത്തെ ക്ലൈമറ്റ് എനിക്കൊന്നും പറ്റില്ല. സോ അപ്പോഴാണ് എനിക്ക് ഡോക്ടർ ഇത് റെക്കമെൻഡ് ചെയ്തത്. അതെ. പക്ഷെ അന്നാണെങ്കിലും ഞാൻ മോയ്സ്ചറൈസറൊക്കെ തേക്കാൻ തുടങ്ങിയത് വളരെ നല്ലതാണ്. പിന്നെ ഇതിങ്ങനെ അത് വേണ്ട. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് സൂപ്പർ ലിപ് ബാം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂപ്പർ ലിപ് ബാമാണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാൻ തേക്കാം. ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ വെച്ച ക്രീം. ഇതും അണ്ടർ ആം ഡാർക്ക്നെസ്, എവിടെ ഡാർക്ക്നെസ്സും നല്ലതാണ്. ഇത് മറ്റേ ലോഷൻ 5-6 തുള്ളി. ഇതാണ് ഞാൻ രാവിലെ പറ്റിയ ഇതും ഡെയിലി തേക്കാം. കൊള്ളാം, നല്ല മണമാണ്, സൂപ്പർ സ്മെല്ലാണ്. പിന്നെ ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ കറക്റ്റർ. പിന്നെ സൂപ്പർ സാധനം ഇത്. ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തവർക്ക് എനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന്. പക്ഷെ ഒരിക്കലെങ്കിലും എല്ലാവരും ഇത് ട്രൈ ചെയ്യേണ്ടതാണ്. ഇത് SPF 50 PA+++ ഉണ്ട്, UVA ആണ്, UVB ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. ഓയിൽ ഫ്രീ ആണ്, മാറ്റ് ഫിനിഷ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, നോൺ കോമഡോൺ ആണ്. ഇതിൻ്റെ വിലയിൽ കൊടുത്തിട്ടില്ല ഗൈസ്. നല്ല പൈസ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ എല്ലാവരും നമ്മുടെ കേരളത്തിലെ വെയിലിന് പറ്റിയ സാധനമാണ്. നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ ഓയിൽ പോലെ ഉണ്ടാവില്ല, നല്ല സൂപ്പർ
സൺസ്ക്രീൻ ആണെന്നേ തോന്നുന്നു. നല്ല ഹോണസ്റ്റ് റിവ്യൂ ശരിക്കും ഒന്നും തോന്നില്ല. സൂപ്പർ സാധനം. ഒരു മോയ്സ്ചറൈസർ പോലും ഞാൻ പറ്റില്ലെങ്കിൽ ഈ സാധനം ഞാൻ എല്ലാ ദിവസവും പറ്റും പുറത്തേക്ക് ഇറങ്ങും. നല്ല സാധനം. ഇതിൻ്റെ പേര് UV Dox സിലിക്കൺ സൺസ്ക്രീൻ ജെല്ലൊന്നല്ല, വെറുതെ ഒരു ക്രീമാണ്. മാറ്റ് സൂപ്പറാണ്. ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു 4000 രൂപ ഒരു മന്ത്ലി അല്ലെങ്കിൽ 2 months കൂടുമ്പോൾ ചിലവാക്കണം തോന്നണമെങ്കിൽ വല്ല ഡെർമറ്റോളജിസ്റ്റിൽ പോയി കണ്ടിട്ട് പറയാം എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അപ്പോൾ അവർ പറയും എനിക്ക് മൊത്തം കുഴപ്പമാണ്, ഈ വക സാധനങ്ങളൊക്കെ എഴുതും. എന്നിട്ട് ഇതൊക്കെ ഇത് തേച്ചിട്ട് 1 മാസം കഴിയുമ്പോൾ കാണാൻ പറയും. അപ്പോൾ അവർ പറയും 1 മാസം കഴിയുമ്പോൾ നമ്മൾ ചെല്ലും. അപ്പോൾ പറയും കുറഞ്ഞില്ല, അത് ഈ പറഞ്ഞതൊക്കെ ഒന്നും കൂടെ ചെയ്തോളാൻ പറയും. എന്നിട്ട് പിന്നെ ചില പറയും കുറഞ്ഞു എന്ന് നമ്മൾ പറയും. കുറഞ്ഞിട്ടുണ്ടാവില്ല, എന്നാലും പറയും കുറഞ്ഞു. അപ്പോൾ അവർ പറയും ആഴ്ചയിൽ 2 ദിവസം വെച്ച് തേക്കാം. എന്നിട്ട് പറയും നമുക്ക് ഇത് മാറ്റിയിട്ട് വേറെ ആക്കാന്ന് പറയും. എന്നിട്ട് ഒരു 500 രൂപയുടെ സാധനമാണെങ്കിൽ ഒരു 700 രൂപയുടെ വേറെ ക്രീം തേച്ചു. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പറയും. അത്ര വല്ലാണ്ടുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ പൈസ ആര്യസ് ഫിറ്റ്നസ് വ്ലോഗ് വേണമെങ്കിൽ കമന്റ് ബിലോ. ഓക്കെ, അടുത്ത വ്ലോഗായിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ.